കേട്ടവരൊക്കെ കോട്ടക്കിലേക്ക്. ഏറ്റവും വലിയ ബിസിനസ് ഓർഗനൈസേഷനായിട്ടുള്ള BNI മലപ്പുറത്ത് ആദ്യമായിട്ടൊരു എക്സ്പോ സംഘടിപ്പിക്കുന്ന സമയത്ത് ക്രിയേറ്റീവ് പാർട്ട്ണർ ആവാമോ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയ സമയത്ത് സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റെടുത്തത്. ഇത് അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് B2B ആൻഡ് B2C എക്സ്പോ. എല്ലാവർക്കും കോമൺ ആയിട്ട് പറയാവുന്ന എന്നാൽ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ടോക്കിംഗ് സ്റ്റൈലുള്ള ഒരു ക്യാമ്പയിൻ വേണം എന്നുള്ള കോൺസെപ്റ്റിലാണ് കേട്ടവരൊക്കെ കോട്ടക്കിലേക്ക് എന്നുള്ള നമ്മുടെ ഒരു തീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്പോ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു വേർഡ് ഒരു അത്രയും ആളുകളുടെ വളരെ ഫെമിലിയർ ആണ്. ഇതിപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇത് B2B ആണ് B2C ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫെസ്റ്റീവ് മോഡും മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ബിസിനസ് എക്സ്പോർട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ടീം ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ കേട്ടവരൊക്കെ കോട്ടക്കിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പോഗ്രഫിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ നമ്മൾ എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് സ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. AI ഉപയോഗിച്ചിട്ടുണ്ട്, CGI വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലുസ്ട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, മോഷൻ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുവിധം പയറ്റാവുന്ന എല്ലാ അഡ്വാൻസ്ഡ് ക്രിയേറ്റീവ് സൊല്യൂഷനും നമ്മൾ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിന് എടുത്തിട്ട് കഴിയേണ്ടതാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഡിസംബറിൽ ആ ഒരു മഴ കാരണം നമ്മുടെ എക്സ്പോ ഡിസംബറിൽ നിന്ന് ഏപ്രിലേക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ ഡൗട്ടായിരുന്നു ഇത് ക്യാമ്പയിനിങ്ങിനെ ബാധിക്കുമോ എന്ന് പറയുന്ന ഒരു അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ക്യാമ്പയിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. BNI മലപ്പുറം റീജിയനിൽ മാത്രം 1000+ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാം ബിസിനസ് ഓണേഴ്സും ഹൈ നെറ്റ്വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അവർ വാട്സപ്പിൽ ഇടുന്ന ഒരു സ്റ്റാറ്റസിന് പോലും അത്രയും പവർ ഉണ്ട്. സോ ഇവരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ്സ് എല്ലാം ഇവരിലേക്ക് എത്തിച്ചു. ഓരോരുത്തരും സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഉറപ്പിച്ചു, ഓരോ ചാപ്റ്ററിൻ്റെയും ക്രിയേറ്റീവ്സ് വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ വീണ്ടും ലൈവാക്കി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. കാരണം 25,000 മാക്സിമം വാക്കിൻസ് എക്സ്പെക്ട് ചെയ്ത എക്സ്പോയിൽ ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 45,000 വാക്കിൻസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഞങ്ങൾ പാലക്കാട് വരും. ഇവനെ കുറിച്ച് ഞങ്ങൾ പരസ്യത്തിൽ ഇങ്ങനെ മറ്റേ ഇതിനകത്ത് കണ്ടോ, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെയാണോ? കേൾട്ടൺ എക്സ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെയാണ് അറിഞ്ഞത്. നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ ഒരു 6 മാസം മുമ്പ് തന്നെ ഇവിടെ ബോർഡ് വെച്ചിരുന്ന സംശയമുണ്ട്. അന്നേരം ഇത് എങ്ങനെയാണ് അന്നത്തെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വന്നത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിഞ്ഞാണ്. അതായത് ടോട്ടലി പറഞ്ഞാൽ ബിസിനസ്സുകാരുടെ ഒരു കോർഡിനേഷൻ തന്നെയാണിത്. ഇപ്പോൾ പരസ്യം കണ്ടു വന്നതാണ്. പരസ്യം കണ്ടിട്ടാണ്. ഒന്ന് ഇൻസ്റ്റയിൽ കണ്ടിരുന്നു അതിൻ്റെ റീൽസ്, അതും പിന്നെ കൂട്ടുകാരന്മാരൊക്കെ പോയ വിവരങ്ങൾ. അത്യാവശ്യം നല്ല പ്രൊമോ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴിയായിട്ടാണെങ്കിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരത്തെ. അപ്പോൾ ടോട്ടലി ഇപ്പോൾ എക്സ്പോ കണ്ട് ഹാപ്പിയാണ്, ഫാമിലി ആയിട്ടൊക്കെയാണ് വന്നത്.